അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയത്തുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ് ഇത്. അള്ളാഹുവിന്റെ വീടുകളിൽ ഒരു വീടിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അത് പരസ്പരം പഠിച്ചുകൊണ്ട് ഒരു വിഭാഗം ഒരുമിച്ച് കൂടിയാൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാന്തി ഇറങ്ങും, അവരെ കാരുണ്യം വലയം ചെയ്യും, മലക്കുകൾ അവരെ വന്ന് പൊതിയും, അള്ളാഹുവിന്റെ അടുക്കലുള്ളവരോട് അവരെ കുറിച്ച് പറയും. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അത് പാരായണം ചെയ്യുക. രണ്ട്, അത് പഠിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് പഠിക്കുക. എവിടെ വെച്ചാണ് എന്നുകൂടി ഈ ഹദീസിലുണ്ട്. അള്ളാഹുവിന്റെ വീടുകളിൽ ഒരു വീട്ടിൽ, അള്ളാഹുവിന്റെ ഭവനത്തിൽ, പള്ളികളിൽ വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കാൻ, വിശുദ്ധ ഖുർആൻ ആശയം പഠിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ, പ്രത്യേക സിറ്റിങ്ങുകൾ, പ്രത്യേക ക്ലാസുകൾ അതെല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ പള്ളികൾ ഖുർആന്റെ വിളംബര കേന്ദ്രങ്ങളും ഖുർആന്റെ പ്രചരണ കേന്ദ്രങ്ങളും ഖുർആന്റെ പഠന കേന്ദ്രങ്ങളുമായി മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോൾ ഖുർആൻ പഠിക്കാൻ കൂടി പള്ളി ഉപയോഗിക്കുമ്പോൾ, പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഖുർആന്റെ പഠനം കൂടി അവിടെ നിന്ന് ലഭിക്കുമ്പോൾ, അതിന്റെ ആശയം കൂടി അവർ മനസ്സിലാക്കുമ്പോൾ, അവരൊന്നിച്ചിരുന്ന് പാരായണം ചെയ്യുമ്പോൾ, അവരൊരുമിച്ചുകൂടി ഖുർആന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന 4 നേട്ടങ്ങളെ കുറിച്ച പരാമർശമാണ് ഈ ഹദീസിലുള്ളത്. അതിലൊന്നാമത്തേത് സക്കീന അഥവാ ശാന്തി അവരുടെ മേൽ വർഷിക്കുമെന്നാണ്. എല്ലാവരും ശാന്തിയും സമാധാനവും കിട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. സമാധാനം എന്നത് പലർക്കും കിട്ടാക്കനിയാണ്. സമാധാനം കിട്ടാനുള്ള ഒറ്റമൂലിയായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് അള്ളാഹുവിന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ മുന്നിൽ സമയം ചെലവഴിക്കുക എന്നത്. രണ്ടാമത് അവർക്ക് കിട്ടുന്ന നേട്ടം അവരെ കാരുണ്യം പൊതിയുമെന്നാണ്. കാരുണ്യം പൊതിയുക, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹരായി മാറുക. നമ്മുടെ നിലനിൽപ്പ് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തണലിലാണ്. വിശുദ്ധ ഖുർആനെ നമ്മൾ എവിധം പരിഗണിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് കാരുണ്യം കിട്ടിക്കൊണ്ടേയിരിക്കും. മൂന്നാമത് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നേട്ടം എന്നത് അവരെ മലക്കുകൾ പൊതിയുമെന്നാണ്. മലക്കുകൾ വന്ന് പൊതിയുന്ന, മലക്കുകൾ ചുറ്റുമുണ്ടാകുന്ന, മലക്കുകളുടെ സാന്നിധ്യമുള്ള അനുഗ്രഹീതമായ സദസ്സായിരിക്കും അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഖുർആൻ പഠിപ്പിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സുകൾ. അവസാനം അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പടച്ചവന്റെ അടുക്കലുള്ളവരോട് ഇവരെ കുറിച്ച് പറയുമെന്നാണ്. ഇതിലും വലിയ നേട്ടം ഒരു വിശ്വാസിക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? സാക്ഷാൽ അള്ളാഹു പറയുന്നു നമ്മളെ കുറിച്ച്, ഖുർആന്റെ മുന്നിലിരിക്കുന്ന ആളുകളെ കുറിച്ച്. ഇതാ ഇന്നാലിന്ന നാട്ടിലെ, ഇന്നാലിന്ന പള്ളിയിലെ, ഇന്നാലിന്ന അടിമകൾ ഒരുമിച്ച് കൂടിയിട്ട് ഇതാ വിശുദ്ധ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നു, എന്റെ ഗ്രന്ഥം പഠിക്കുന്നു എന്ന് അള്ളാഹുവിനാൽ സ്മരിക്കപ്പെടുന്ന, അള്ളാഹു നമ്മെ കുറിച്ച് പറയുന്ന വളരെ ഉന്നതമായ, കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണമോ എങ്കിൽ അള്ളാഹുവിന്റെ വീടുകളിൽ ഒരുമിച്ച് കൂടുന്നത് ഇതിനു വേണ്ടി കൂടിയാവണം. ഇതിനുള്ള സൗകര്യം കൂടി, സംവിധാനം കൂടി പള്ളികളിൽ ഒരുക്കണം. ഇതിനു കൂടി നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ അള്ളാഹുവിന്റെ വീടുകൾ ഖുർആന്റെ പ്രചരണ കേന്ദ്രങ്ങളും പഠന കേന്ദ്രങ്ങളും പാരായണം അഭ്യസിക്കുന്ന കേന്ദ്രങ്ങളും ഒക്കെയായി മാറണം. അങ്ങനെ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറ പള്ളികളിലൂടെ ഉയർന്നു വരണം. അങ്ങനെ ഉയർന്നു വരുന്ന ഒരു തലമുറ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കണം. ആ പ്രതിനിധാനം കണ്ടു തന്നെ ഇസ്ലാമിനെ ആളുകൾ മനസ്സിലാക്കുകയും പരിശുദ്ധ ദീനിനെ ഇഷ്ടപ്പെടുകയും വേണം. ആ അർത്ഥത്തിൽ വിശുദ്ധ ദീനിന്റെ വിശുദ്ധമായ പ്രതിനിധാനം നിർവഹിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മെ പ്രേരിപ്പിക്കും. ആ ഖുർആൻ എത്രത്തോളം പഠിക്കുന്നുവോ അറിയുന്നുവോ അത്രത്തോളം ഖുർആൻ നമ്മെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടേയിരിക്കും. അത് ഉൾക്കൊള്ളണം എന്ന മനസ്സോടു കൂടിയാവണം നമ്മൾ പഠിക്കുന്നതും ഇരിക്കുന്നതും മനസ്സിലാക്കുന്നതും. അങ്ങനെ ഖുർആൻ
വളരെ പവിത്രമായ ലക്ഷ്യത്തോടു കൂടി പഠിക്കാൻ തയ്യാറായാൽ എന്റെ ജീവിതം മാറ്റണം, ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതമുള്ള ആളായി സ്വയം മാറുകയും മറ്റുള്ളവരെ മാറ്റിപ്പണിയുകയും വേണമെന്ന വളരെ പവിത്രമായ ലക്ഷ്യം, ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഖുർആന് അള്ളാഹുവിന്റെ വീടുകളിൽ ഇരുന്ന് പഠിക്കാൻ, ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാനൊക്കെ നമ്മൾ തയ്യാറാവണം. ഈ പറയപ്പെട്ട 4 മഹാസൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയണം. പരസ്പരം പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.